ഹായ് ഫ്രണ്ട്സ്, ഒരു ചതിയിൽപ്പെട്ട് പ്രണയം തകരുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്കറിയാം. എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ പങ്കാളിയെ ജീവന് തുല്യം സ്നേഹിച്ചിട്ടും ചില പ്രണയങ്ങൾ തകരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അവിടെ വില്ലനാകുന്നത്. മനഃശാസ്ത്രപരമായി ഇതിനെ മൈക്രോ ചീറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ രക്ഷിക്കും. ഒരൊറ്റ വരി പോലും വിടാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ പങ്കാളി കാണാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത് പങ്കാളിയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എങ്കിലൊരു കാര്യം അറിഞ്ഞോളൂ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ചതിക്കുകയാണ്. കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാം, പക്ഷേ സൈക്കോളജി പറയുന്നത് അതാണ്. നമ്മൾ വിചാരിക്കുന്നത് ശാരീരികമായി അടുക്കുന്നതാണ് വലിയ ചതി എന്നാണ്. എന്നാൽ പ്രണയത്തെ മെല്ലെ തിന്നുന്ന ചില മൈക്രോ ചീറ്റിങ്ങുകൾ നമ്മുടെ ലൈഫിലുമുണ്ട്. റീലുകളിലോ യൂട്യൂബിലോ ആരും ചർച്ച ചെയ്യാത്ത ചില കൈപ്പേറിയ സത്യങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ വീഡിയോ ഒട്ടും മിസ് ചെയ്യരുത്. കൃത്യമായി മനസ്സിലാക്കാൻ അവസാനം വരെ കാണുക. നമ്മൾ വിചാരിക്കുന്നത് പങ്കാളി മറ്റൊരാളോട് പ്രണയത്തിലാകുന്നതാണ് ഏറ്റവും വലിയ ചതി എന്നാണ്. എന്നാൽ അതിലേക്ക് നയിക്കുന്ന ചില ചെറിയ പടവുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് സോഷ്യൽ മീഡിയയിലെ ചെറിയ ശീലങ്ങൾ. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പഴയ ക്രഷിൻ്റെ ചിത്രങ്ങൾ സ്ഥിരമായി നോക്കുന്നത് ഇതിലൊന്നാണ്. പങ്കാളി കാണാതെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും എന്തിനാണ് ഒളിക്കുന്നത്? ഈ ഒളിച്ചുകളിയാണ് റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ ഇളക്കുന്നത്. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ അറ്റൻഷൻ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അത് പങ്കാളിയിൽ നിന്നും നമ്മളെ പതിയെ അകറ്റും. റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് മാത്രം മതി. പ്രണയത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവേശം പിന്നീട് എവിടെയോ നഷ്ടപ്പെടുന്നു. ദിവസവും ഫോൺ ചെയ്യുമെങ്കിലും നമ്മൾ ശരിക്കും സംസാരിക്കുന്നുണ്ടോ? പലരും ഒരേ മുറിയിലിരുന്ന് രണ്ട് ഫോണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് പതിവ്. ഒരുമിച്ചിരിക്കുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കാൻ നമുക്ക് കഴിയാറില്ല. ഇത് പങ്കാളിക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങളെക്കാൾ പ്രധാനം ഈ ഫോണാണ് എന്ന് തന്നെയാണ്. അവർ സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി കേൾക്കാൻ നമ്മൾ മറന്നുപോകുന്നു. കേവലം തലയാട്ടലുകളിൽ മാത്രം നമ്മുടെ മറുപടികൾ ഒതുങ്ങുന്നു. ഈ അവഗണന പങ്കാളിയുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും. അത് അവരെ ഒരുതരം ഡിപ്രഷനിലേക്ക് വരെ തന്നെ നയിച്ചേക്കാം. സൈക്കോളജി പ്രകാരം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്നേഹ ശൈലികളുണ്ട്. ചിലർ എപ്പോഴും പങ്കാളിയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു ചിലർ പ്രണയത്തിലും സ്വന്തമായി കുറച്ച് സ്പേസ് വേണമെന്ന് കരുതുന്നവരാണ്. ഈ രണ്ടു കൂട്ടരും ഒന്നിച്ചായാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഒരാൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ കൂടുതൽ അകലാൻ നോക്കും. ഇത് പങ്കാളിക്ക് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതല്ല, അവരുടെ സ്വഭാവത്തിൻ്റെ രീതി അങ്ങനെയായതുകൊണ്ടാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. നീ എന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി ഇവിടെ നിന്നാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്നേഹക്കുറവല്ല, പരസ്പരം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഇന്നത്തെ പ്രണയ തകർച്ചകൾക്ക് വലിയൊരു കാരണം ഇൻസ്റ്റഗ്രാം റീലുകളാണ്. മറ്റുള്ളവരുടെ പെർഫെക്റ്റായ പ്രണയജീവിതം കണ്ട് നമ്മൾ അസൂയപ്പെടുന്നു. അവർ കൊടുക്കുന്ന ഗിഫ്റ്റുകളും പോകുന്ന യാത്രകളും നമ്മൾ നമ്മുടെ ലൈഫുമായി താരതമ്യം ചെയ്യുന്നു. ഓർക്കുക, സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ്. ആ ക്യാമറയ്ക്ക് പിന്നിൽ അവർക്കിടയിലും വലിയ വഴക്കുകൾ ഉണ്ടാകാം. മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് സ്വന്തം പങ്കാളിയെ അളക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ പങ്കാളി മറ്റാരേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകാം. അത് കാണാൻ ഈ സോഷ്യൽ മീഡിയ മോഹം നിങ്ങളെ അനുവദിക്കുന്നില്ല. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. ശാരീരികമായ അടുപ്പത്തേക്കാൾ അപകടകരമാണ് മാനസികമായ അകൽച്ച. നിങ്ങളുടെ പങ്കാളിയോട് പറയാത്ത രഹസ്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുന്നുണ്ടോ? ലൈഫിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആദ്യം അറിയിക്കുന്നത് ഒരു ബെസ്റ്റിയെയാണോ? പങ്കാളിക്ക് നൽകേണ്ട സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് പങ്കാളി അറിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന വളരെ വലുതായിരിക്കും. അവർക്ക് നമ്മളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. സൗഹൃദങ്ങളാകാം, പക്ഷേ അതിനൊരു ലക്ഷ്മണ രേഖ ഉണ്ടായിരിക്കണം. ആ രേഖ മറികടക്കുമ്പോഴാണ് പ്രണയം തകരുന്നത്. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒന്നാം സ്ഥാനം എപ്പോഴും നൽകുക. അവൻ്റെ ഗേൾഫ്രണ്ട് എത്ര ഭംഗിയായാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് എത്ര കെയറിംഗ് ആണെന്ന് പറയാറുണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകൾ പങ്കാളിയുടെ ആത്മാഭിമാനത്തെയാണ് തകർക്കുന്നത്. അവരിൽ ഒരുതരം അപകർഷതാബോധം ഉണ്ടാക്കാൻ ഇത് കാരണമാകും. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ ഓർക്കണം. അവരുടെ പോരായ്മകളേക്കാൾ അവരുടെ നന്മയെ കാണാൻ ശ്രമിക്കുക. അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതാണ്. മാറ്റങ്ങൾ വരേണ്ടത് സ്നേഹത്തിലൂടെ മാത്രമായിരിക്കണം. നിർബന്ധപൂർവ്വം മാറ്റാൻ നോക്കിയാൽ ബന്ധം വേറെ പിരിയും. വഴക്കുകൾ ഉണ്ടാകാത്ത ഒരു റിലേഷൻഷിപ്പും ഭൂമിയിലില്ല.
പക്ഷേ വഴക്കിന് ശേഷം നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് കാര്യം. പലപ്പോഴും ഈഗോ ആണ് ഇവിടെ വില്ലനാകുന്നത്. ആദ്യം അവൾ മിണ്ടട്ടെ, അല്ലെങ്കിൽ അവൻ വന്ന് സോറി പറയട്ടെ എന്ന് നമ്മൾ വാശി പിടിക്കും. ഈ വാശി നീണ്ടുപോകും തോറും അകൽച്ചയും കൂടും. ഒരു സോറി പറയാൻ മടിക്കുന്നത് വഴി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു സ്നേഹമാണ്. തെറ്റ് ആരുടേതായാലും ബന്ധം നിലനിർത്താൻ ആദ്യം വിട്ടുവീഴ്ച ചെയ്യുന്നത് വലിയ കാര്യമാണ്. അത് നിങ്ങളെ ചെറുതാക്കിയല്ല, മറിച്ച് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം കൂട്ടും. ഈഗോ ഉള്ളിടത്ത് പ്രണയത്തിന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഴക്കുകൾ അന്നു തന്നെ തീർക്കാൻ ശ്രമിക്കുക. വഴക്കുണ്ടാക്കുമ്പോൾ സംസാരിക്കാതെ മുഖം കറുപ്പിച്ചിരിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇത് ശരിക്കും ഒരുതരം മാനസിക പീഡനമാണ് എന്ന് പലരും അറിയുന്നില്ല. പങ്കാളിയെ പൂർണ്ണമായും അവഗണിക്കുന്നത് അവരുടെ മനസ്സിനെ തകർക്കും. ദേഷ്യമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് തീർക്കുകയാണ് വേണ്ടത്, അല്ലാതെ മിണ്ടാതിരുന്ന് അവരെ ശിക്ഷിക്കരുത്. ഇത് അവരിൽ വലിയൊരു ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കും. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിച്ച് വിഷമിക്കും. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയമാണ് ഒരു ബന്ധത്തിൻ്റെ ജീവൻ. അത് അടച്ചു കളയുന്നത് പ്രണയത്തിനെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ്. പ്രണയത്തിലാണെന്ന് കരുതി 24 മണിക്കൂറും ഒരുമിച്ച് വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു വ്യക്തി ജീവിതം ഉണ്ടായിരിക്കണം. കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഹോബികളിൽ ഏർപ്പെടാനും അനുവദിക്കുക. പങ്കാളിയെ എപ്പോഴും സംശയിക്കുന്ന ശീലം ഒഴിവാക്കുക. നീ ഇപ്പോൾ എവിടെയാണ്, ആരോടാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ അലോസരപ്പെടുത്തും. അമിതമായ ഈ നിയന്ത്രണം പ്രണയത്തെ ഒരു ജയിലാക്കി മാറ്റും. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തവരായ ആരുമില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. ആ സ്വാതന്ത്ര്യത്തിനിടയിലും അവർ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം. പരസ്പര വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു നല്ല ബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ, നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഒരു താങ്ങായി കൂടെ നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും അവർ പ്രാധാന്യം നൽകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. അവർ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങളായിരിക്കാൻ അനുവദിക്കും. നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശാന്തമായിരുന്ന് സംസാരിച്ച് പരിഹരിക്കും. എങ്ങനെയുള്ള പങ്കാളിയെ ജീവന് തുല്യം സ്നേഹിക്കുക. അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകാം. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇന്ന് മുതൽ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുത്തുക. ദിവസവും രാത്രി കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ഫോൺ മാറ്റിവെച്ച് സംസാരിക്കുക. നിങ്ങളുടെ പങ്കാളിയോട് അവരുടെ ദിവസത്തെക്കുറിച്ച് ചോദിക്കുക. അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറയുന്നതിനേക്കാൾ അത് പ്രവൃത്തിയിൽ കാണിക്കുക. ചെറിയ സർപ്രൈസുകൾ നൽകി അവരെ സന്തോഷിപ്പിക്കുക. ഇതൊന്നും വലിയ ചെലവുള്ള കാര്യങ്ങളല്ല, പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രണയം എന്നത് സിനിമകളിൽ കാണുന്നത് പോലെ എപ്പോഴും സുന്ദരമല്ല. അതിൽ നല്ല ദിവസങ്ങളും മോശ ദിവസങ്ങളും ഉണ്ടാകും. മോശം ദിവസങ്ങളിൽ പരസ്പരം കൈവിടാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് തിരുത്തി മുന്നോട്ട് പോകണം. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും വഴക്കുണ്ടാക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി പുതിയ തുടക്കം നൽകുക. നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കുക. സ്നേഹം എന്നതൊരു വികാരം മാത്രമല്ല, അതൊരു തീരുമാനമാണ്. ഞാൻ ഈ വ്യക്തിയെ എന്നും സ്നേഹിക്കും എന്ന് ഉറച്ച തീരുമാനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കുമെന്ന് കരുതുന്നു. ഇതിലേത് കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പങ്കാളിക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചേക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോകൾ പെട്ടെന്ന് കാണും. നിങ്ങളുടെ പ്രണയം എന്നും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.